മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരിക്കട്ടോ കമലമ്മയുടെ മുന്നിലേക്ക് മനു അലീനയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അലീനയുടെ കൂടെ നടക്കുന്നതോ അവളെ കാണുന്നതോ കടപ്പാട്ടിലേക്ക് പോകുന്നതൊന്നും തന്നെ ഒട്ടും തന്നെ ഇഷ്ടമല്ല കമലക്ക്. പിന്നെ വൈജയന്തി പറഞ്ഞിട്ടുണ്ടല്ലോ മനുവിന് അലീനയോട് എന്തോ ഒരു സ്പാർക്ക് ഉണ്ട് എന്നൊക്കെ. ഇതൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ അലീനയും മനുവും തമ്മിലുള്ള ആ ഒരു റിലേഷൻ കമലമ്മക്ക് തീരെ തന്നെ പിടിക്കുന്നില്ല. ആ സമയത്താണ് അലീനയുടെ കയ്യും പിടിച്ചുകൊണ്ട് തന്നെ മനു നേരെ കമലമ്മയുടെ അടുത്തേക്ക് കയറി വരുന്നത്. ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഒട്ടും സഹിക്കാനാവാതെ ദേഷ്യം പിടിച്ച് നിൽക്കുമായിരിക്കട്ടെ കമലമ്മ. അങ്ങനെ സൂപ്പർ അടിപൊളി പ്രൊമോ ആട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. രോഹിത് ആണെങ്കിൽ നല്ലോണം കള്ളും കുടിച്ച് ആടിപ്പാടി കൊണ്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. അവൻ വന്ന് തട്ടിക്കയറാണ്. ഞാൻ ഇവിടെ എന്ത് തോന്നിവാസം കാണിച്ചാലും അതൊന്നും ചോദിക്കാൻ ആർക്കും ഇവിടെ അവകാശമില്ല. കാരണം ഞാൻ ഇവിടെ നടക്കുന്ന തോന്നിവാസത്തിനൊന്നും ഒരു അതിരുമില്ലല്ലോ. എൻ്റെ അച്ഛൻ കാണിക്കാത്തതൊന്നും ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ ആരും ചോദ്യം ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞങ്ങനെ എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായിട്ടൊക്കെ സംസാരിക്കാണ് രോഹിത്. പക്ഷേ കൃഷ്ണമോള് വിട്ടുകൊടുക്കുന്നില്ല. അച്ഛൻ എന്ത് തോന്നിവാസമാണ് കാണിച്ചതെന്ന് ഏട്ടൻ നീ പറയുന്നത്? ഏട്ടൻ ഇപ്പോൾ കാര്യങ്ങളൊന്നും അറിയാതെയാണ് വെറുതെ ആട്ടം കാടുകയാണെന്ന് പറഞ്ഞപ്പോൾ രോഹിത്തിന് ദേഷ്യം വന്നു. എന്ത് കഥ അറിയാനിരിക്കുന്നു? നീ എന്താ ഈ പറയുന്നത്? അലീനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അച്ഛൻ്റെ മകളായതുകൊണ്ടാണെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അതൊക്കെ അയാൾ വെറുതെ നുണ പറഞ്ഞതാണ് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അച്ഛനായിരിക്കാം, പക്ഷേ ഇത് പച്ചക്കള്ളമാണ്. ഈ അലീനയുടെ ഇവിടെ നിർത്തിവെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റാത്തത്? രോഹിത് ഭയങ്കര ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. മകളുടെ വേഷത്തിൽ ഇവിടെ നിർത്തിയാൽ പിന്നെ ആർക്കും എന്തുമാവാമല്ലോ. തന്തയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാണുന്നതൊന്നും എനിക്കങ്ങനെ മറച്ചു വെക്കാൻ പറ്റില്ല. ഞാൻ എല്ലാം വിളിച്ചു പറയുമെന്നൊക്കെ പറഞ്ഞ് രോഹിത് ഭയങ്കര അങ്ങ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് പോവുകയാണ്. അന്നേരം കൃഷ്ണമോള് ബബിതയോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ബബിതേച്ചി, ബബിതേച്ചിയെങ്കിലും ഇതൊന്നും മനസ്സിലാക്ക്. വെറുതെ എന്തിനാ അലീന ചേച്ചിയുടെ മേലേക്ക് കുതിര കയറാൻ വരുന്നത്? അലീന ചേച്ചി നിങ്ങളോടൊക്കെ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? അതുപോട്ടെ അച്ഛൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? നമ്മുടെ അച്ഛനല്ലേ. ഇനി അച്ഛൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ അത് നമ്മൾ മക്കളല്ലേ പൊറുക്കേണ്ടത്? ചെറുപ്പത്തിൽ നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അച്ഛനും അമ്മയും ക്ഷമിച്ചതല്ലേ നമ്മൾ വളർത്തിയിരിക്കുന്നത്. അച്ഛനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് പൊറുക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അച്ഛൻ ഇനി എന്ത് തന്നെ തെറ്റ് ചെയ്താലും ഇനിയിപ്പോൾ ആരെ കൊന്നാലും ശരി, അദ്ദേഹം എൻ്റെ അച്ഛൻ തന്നെയാണ്. അന്നേരം ബബിത പരിഹാസത്തോടെ പറഞ്ഞു, എടി കൃഷ്ണമോളെ, നിന്നെ ആ അലീന വശത്താക്കി വെച്ചിരിക്കുകയാണ്. രോഹിതേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? അലീന അച്ഛൻ്റെ മോളാണെന്നാണ് നീ കരുതുന്നത്? അങ്ങേര് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും പറയാണ്. അമ്മയും ഇത് തന്നെയാണ് പറയുന്നത്, നീ ശ്രദ്ധിച്ചോ? ഇവിടെ അലീനയുടെ കാര്യം കൊണ്ടുവന്നത് മനുവേട്ടനാണ്. അന്ന് ഈ പറയുന്ന അച്ഛന് അവളോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തം മകളായിരുന്നുവെങ്കിൽ അന്നേ തന്നെ കാണിക്കണമായിരുന്നു ഈ സ്നേഹം. പെട്ടെന്നൊരു ദിവസം സ്നേഹം ഇങ്ങനെ പൊട്ടിമുളുക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കൊള്ളില്ല. നീ വേണമെങ്കിൽ അലീനയെ തലയിൽ വെച്ച് നടന്നോ, അവസാനം നിനക്ക് തന്നെ പണി കിട്ടും. ബബിത ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോയി. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ കൃഷ്ണമോളാണെങ്കിൽ ആകെ പകച്ചു നിൽക്കുകയാണ്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാട്ടോ കൃഷ്ണമോള്. പിന്നീട് കാണിക്കുന്നത് അലീനയെ രേവതിക്കുട്ടിയും കൂടി മുറിയിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. അലീന രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, അച്ഛനെ കണ്ടപ്പോൾ നിനക്ക് എന്താ തോന്നിയത് എന്ന്? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ചേച്ചി. ആദ്യം കണ്ടപ്പോൾ നല്ല ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചേച്ചി പറഞ്ഞതുപോലെ ആലോചിക്കുമ്പോൾ തെറ്റ് ചെയ്യാത്തവരായി ആരും തന്നെയില്ലല്ലോ. അച്ഛൻ ചെയ്തത് വലിയ തെറ്റായിരിക്കാം, പക്ഷേ ക്ഷമിക്കാൻ പഠിപ്പിച്ചത് ബ്രിജിത്ത മമ്മിയല്ലേ. അതുകൊണ്ട് ഞാൻ അതങ്ങ് പുറത്തു എന്ന് രേവതിക്കുട്ടി പറയും. നീ ഇപ്പോൾ ചെയ്തതാണ് ശരിയെന്നും നിന്റെ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണണമെന്നും അലീന അവളെ ഉപദേശിച്ചു. ആ സമയത്താണ് രേവതിക്കുട്ടി ചോദിക്കുന്നത്, അല്ല ചേച്ചി, സാധാരണ കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് ബസ് കയറിയിട്ടല്ലേ വരുന്നത്? മനുവേട്ടൻ എന്തിനാ ചേച്ചിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടത്? ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടാകുമല്ലോ എന്ന്. അലീന അതൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കി. രേവതിക്കുട്ടി കളിയാക്കാണ്. മനുവേട്ടന് 2 ദിവസം ലീവുള്ളത് കൊണ്ട് വന്നതാണെന്ന് അലീന പറയുമ്പോൾ, എന്നോട് കള്ളമൊന്നും പറയേണ്ട ചേച്ചി. നിങ്ങൾ 2 പേരും മുൻപിലെ സീറ്റിലിരുന്ന് കണ്ണടിക്കുന്നത് തന്നെ ഞാൻ കണ്ടതാണെന്ന് രേവതിക്കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രേവതിക്കുട്ടി പരിധി വിടരുത് എന്നും മനുവേട്ടൻ ആരാണെന്ന് നിനക്കറിയാമല്ലോ എന്നും അലീന ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. രേവതിക്കുട്ടി വിടാതെ തന്നെ പറയാണ്, മനുവേട്ടൻ ചേച്ചിയുടെ അമ്മയുടെ ആങ്ങളയുടെ മോനല്ലേ? ഗ്രേസി ആൻറ്റിയും മാമച്ചനുമൊക്കെ പറയുന്നത് നിങ്ങൾ 2 പേരും മുറച്ചക്കനും മുറപ്പെണ്ണുമാണെന്നാണ്. ഇനി ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിലും മനുവേട്ടന് ചേച്ചിനെ നല്ല ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പാണ്. അലീന അന്നേരം ദേഷ്യപ്പെട്ട് അവളെ വിലക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരു ചെറിയ സന്തോഷം ഒളിച്ചു വെക്കുന്നുണ്ട്. നേരം വിളിക്കുമ്പോൾ മനു വിളിക്കുന്നുണ്ട്. അലീനെ റെഡിയായോ എന്ന് ചോദിക്കും. റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് മനുവേട്ട എന്ന് അവൾ പറയുമ്പോൾ, എന്തിനാ വെറുതെ ഇത്രയും ദൂരെ വരുന്നത്? എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമല്ലോ എന്ന് അലീന പറയും. പക്ഷേ മനു സമ്മതിക്കുന്നില്ല. ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും. നമുക്കൊരിടം വരെ പോവാനുണ്ട് എന്നും അവൻ തീർത്തും പറഞ്ഞു. എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശിക്ക് അലീനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു എന്ന് മനു പറയും.
കൈതക്കലേക്ക് വരാൻ അലീനക്ക് ചെറിയൊരു പേടിയുണ്ടെങ്കിലും മനുവിൻ്റെ നിർബന്ധത്തിന് അവൾ വഴങ്ങി. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനും ബബിതയും തമ്മിലുള്ള സംഭാഷണമാണ്. ബാലചന്ദ്രൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ബബിത അങ്ങോട്ടേക്ക് ചെന്ന് നൈസായിട്ട് അലീനയെക്കുറിച്ച് കുറ്റങ്ങൾ പറയാൻ നോക്കും. അലീന ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്ത് സമാധാനമാണെന്ന് അച്ഛൻ നോക്കിക്കേയെന്ന് ബബിത പറയും. അലീന ഇവിടെ ഓരോന്നൊക്കെ പറഞ്ഞ് തങ്ങളെ ഭരിക്കാൻ വരികയാണെന്നും അത് തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നും ബബിത പരാതിപ്പെട്ടപ്പോൾ ബാലചന്ദ്രൻ കൃത്യമായി തന്നെ മറുപടി നൽകി. അലീന നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതാണോ പ്രശ്നം? നിന്റെ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് തെറ്റല്ലേ? ബാലചന്ദ്രൻ ചോദിച്ചു. അച്ഛനും അമ്മയും പഴയതുപോലെ ഒന്നിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ബബിത പറഞ്ഞപ്പോൾ നിന്റെ അമ്മയുടെ അഹങ്കാരം കുറക്കാൻ വേണ്ടിയിട്ട് ഈ ബാലചന്ദ്രൻ വിചാരിക്കുന്നതേ നടക്കൂ എന്ന് അദ്ദേഹം തീർത്തും പറഞ്ഞു. അലീനെ ഇവിടെ നിന്നും പറഞ്ഞു വിടാനാണ് നിന്റെ ഭാവമെങ്കിൽ അതൊരിക്കലും നടക്കില്ല. നിങ്ങൾക്കുള്ള അതേ അവകാശം തന്നെ അലീനക്കും ഈ വീട്ടിലുണ്ടാവും, അദ്ദേഹം പറഞ്ഞു. സ്വന്തം മോളാണോ എന്ന് ബബിത സംശയിച്ചപ്പോൾ DNA ടെസ്റ്റ് എടുത്തു കാണിച്ചു തരാൻ തനിക്ക് താല്പര്യമില്ല എന്നും അവൾ എൻ്റെ മകൾ തന്നെയാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അമ്മയുടെ കൂടെ നടന്ന് അനാവശ്യം പറയുന്നതിന് പകരം പോയി പഠിക്കാൻ പറഞ്ഞ് അദ്ദേഹം അവൾ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. പിന്നീട് മനുവും അലീനയും കൂടി കാറിൽ കൈതക്കൽ വീട്ടിലേക്ക് എത്തുകയാണ്. കാർ നിർത്തിയതും കമലമ്മ വെളിയിലേക്ക് ഇറങ്ങി വന്നു. മനു എന്താണ് ഇത്ര പെട്ടെന്ന് തിരിച്ചു വരുന്നത് എന്ന് ആലോചിച്ചു വന്ന് കമലമ്മ കാണുന്നത് മനുവിൻ്റെ പുറകെ തന്നെ കാറിൽ നിന്നും ഇറങ്ങുന്ന അലീനയാണ്. അന്നേരം രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതോടുകൂടെ തന്നെ കമലമ്മയാണെങ്കിൽ ആകെ അന്തം വിട്ടിങ്ങനെ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. മനു അടുത്തേക്ക് വന്നപ്പോൾ അവൾ എന്തിനാ ഇവിടെ എന്ന് കമലമ്മ കടുപ്പിച്ചു ചോദിച്ചു. മുത്തശ്ശിക്ക് അവളെ കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനിവളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പറയാണ് മനു. ഇത് ശരിയല്ല എന്ന് കമലമ്മ പറഞ്ഞപ്പോൾ ശരിയും തെറ്റും ഞാൻ അമ്മയോട് ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മനു നേരെ അലീനയുടെ കൈകളങ്ങ് ചേർത്ത് പിടിച്ചു. അങ്ങനെ അലീനയും കൂട്ടിക്കൊണ്ട് തന്നെ അകത്തേക്ക് കയറി പോവാണ് മനു. കമലമ്മക്കാണെങ്കിൽ ആകങ്ങ് മുഖത്തടിച്ചതുപോലെയായി. അവൾ ദേഷ്യത്തോടു കൂടി തന്നെ അവരുടെ പുറകെ പോയെങ്കിലും അവർ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയിട്ട് അങ്ങ് വാതിലടച്ചു. കമലമ്മക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് കയറാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. മുത്തശ്ശിയുടെ മുറിക്കുള്ളിൽ അലീനയെ കണ്ടപ്പോൾ ആ കണ്ണുകളിൽ വിരിഞ്ഞത് ഒരമ്മയുടെ വാത്സല്യമായിരുന്നു. മനുവിൻ്റെ കൈപ്പിടിച്ച് നിൽക്കുന്ന അലീനയെ കണ്ടപ്പോൾ പഴയ ചില ഓർമ്മകൾ മുത്തശ്ശിയുടെ മനസ്സിലേക്ക് തിരതല്ലി. നീ വന്നല്ലോ മോളെ എന്ന് വിറക്കുന്ന സ്വരത്തിൽ മുത്തശ്ശി ചോദിച്ചപ്പോൾ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. പുറത്ത് കമലമ്മ വാതിലിന് മുട്ടുന്നുണ്ടോ എങ്കിലും മനു അതൊന്നും കാര്യമാക്കിയില്ല. മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങി അവർ തിരികെ മറങ്ങുമ്പോൾ കമലമ്മ മുൻപിൽ തടസ്സമായി നിന്നു. ഈ വീടിൻ്റെ പടി ചവിട്ടാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? കമലമ്മ ആക്രോശിക്കുമ്പോൾ മനു അലീനയെ ചേർത്ത് പിടിച്ചു. യോഗ്യത നോക്കിയല്ല അമ്മയെ നമ്മൾ സ്നേഹിക്കേണ്ടത്. ഈ വീടിൻ്റെ അന്തസ്സ് അലീന ഇവിടെ ഉണ്ടാകുമ്പോഴേ പൂർണ്ണമാവൂ എന്ന് മനു ഉറപ്പിച്ചു പറഞ്ഞു. ആ വാക്കുകൾ കമലമ്മയെ വല്ലാതങ്ങ് തളർത്തിക്കളഞ്ഞു. മകൻ തന്നെ പരസ്യമായി എതിർക്കുന്നത് അവർക്ക് താങ്ങാനാവുന്നില്ല. അലീനയെ തിരികെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് വിട്ടിട്ട് മനു മടങ്ങിയെത്തുമ്പോൾ ബാലചന്ദ്രനും രോഹിത്തും തമ്മിൽ വലിയൊരു വഴക്ക് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. രോഹിത്തിൻ്റെ ലഹരിയോടുള്ള ആസക്തിയും അലീനയോടുള്ള വെറുപ്പും മൂർധാവിലെത്തിയിരുന്നു. ഇതിനിടയിൽ അലീന തൻ്റെ സ്വന്തം സഹോദരിയാണെന്ന് തെളിയിക്കുന്ന പഴയൊരു കത്ത് കൃഷ്ണമോൾക്ക് രഹസ്യമായി ലഭിച്ചു. അത് ബാലചന്ദ്രൻ സൂക്ഷിച്ചു വെച്ചതായിരുന്നു. ആ കത്ത് പുറത്തു വന്നതോടുകൂടി തന്നെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ കീഴ്മേൽ മറിയുന്നു. അലീന വെറും ഒരു മകളല്ല, ബാലചന്ദ്രൻ്റെ പ്രാണനായിരുന്നു എന്ന് എല്ലാവരും തിരിച്ചറിയാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് ഉടനെ വരാം. ബൈ.